ഇത് നമ്മൾ OBG എന്നുള്ളൊരു ചെറിയ ടോപ്പിക്കാണ് നോക്കുന്നത്. ഫേൺ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയേക്കാം. ഓക്കെ, ഫേൺ ടെസ്റ്റ് ഒരു ആൻറ്റിപാർട്ടം ടെസ്റ്റാണ്. ഇതൊരു മൈക്രോസ്കോപ്പിക് സ്ലൈഡ് ടെസ്റ്റാണ്. ഓക്കെ, എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കേജ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കേജ് കണ്ടെത്തുന്നതിലൂടെ നമുക്ക് PROM ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ ഇത് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻസ് എന്ന് പറയും. അപ്പോൾ അതെന്താണെന്നൊന്ന് അറിഞ്ഞിട്ട് ഇത് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. എന്താണ് PROM? ഓക്കെ, എന്ന് പറഞ്ഞാൽ അമ്നിയോട്ടിക് സാക്ക്, നമുക്കറിയാം കുഞ്ഞ് കിടക്കുന്നത് ന്യൂട്രസിനകത്ത് ഒരു സാക്കിനുള്ളിലാണ് അല്ലേ, അതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ട്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയും. അതിനുള്ളിലാണ് കുഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഈ അമ്നിയോട്ടിക് സാക്ക് ലേബറിന് മുമ്പായിട്ട്, ലേബർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ 37 ആഴ്ചയ്ക്ക് മുമ്പ് ഈ അമ്നിയോട്ടിക് സാക്ക് പൊട്ടിയിട്ട് റപ്ചറായിട്ട് ഫ്ലൂയിഡ് പുറത്തോട്ട് ലീക്ക് ആവുന്നതിനെയാണ് എന്ന് പറയുന്നത് PROM എന്ന് പറയുന്നത്, പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഉള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രശ്നങ്ങളെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇൻഫെക്ഷനാണ്, അസെൻഡിങ് ഇൻഫെക്ഷൻ ഉണ്ടാകാം, അത് കുഞ്ഞിലോട്ട് എത്തിയേക്കാം. ഓക്കെ, സോ ഇൻഫെക്ഷൻ അങ്ങനെ മനസ്സിലാക്കാം. ഒന്ന്, ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാകാം. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ് പ്രിമച്വർ ലേബർ ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രീ ടേം ലേബർ ഉണ്ടാകാം. മനസ്സിലാകുന്നുണ്ടോ? എന്നുവെച്ചാൽ ഫുൾ മെച്യൂരിറ്റിയിലോട്ട് എത്തുന്നതിന് മുമ്പ് ലേബർ സംഭവിക്കാം, അല്ലെങ്കിൽ ബർത്ത് സംഭവിക്കാം. അതിനാണ് പ്രീ ടേം ബർത്ത് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു പ്രശ്നമുള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് PROM എന്ന് പറയുന്നത്. സോ മനസ്സിലാക്കുക, അങ്ങനെ PROM സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അമ്നിയോട്ടിക് സാക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ് എന്താ പറയുന്നത് പുറത്തോട്ട് അല്ലേ, സെർവിക്സിലൂടെ വജൈനൽ വാൾട്ടിലോട്ട് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, വജൈനൽ വാൾട്ടിൽ നിന്ന് സെക്രീഷൻ എടുത്തിട്ട്, മനസ്സിലാവുന്നുണ്ടോ, സ്വാബ് വെച്ചിട്ട് സാമ്പിൾ എടുത്തതിന് ശേഷം അതാണ് ആദ്യം പറഞ്ഞത് മൈക്രോസ്കോപ്പിക് സ്ലൈഡ് ടെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത്. ഒരു സ്ലൈഡ് അല്ലെങ്കിൽ സ്മിയർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ആക്കണം. ഓക്കെ, സ്ലൈഡ് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം, സാമ്പിൾ വെച്ചിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മൈക്രോസ്കോപ്പിക്കലി ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൈക്രോസ്കോപ്പിക്കലി ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഈ സ്ലൈഡിൽ ഒരു ഫേൺ ലൈക്ക് ഫേൺ, ഓക്കെ, ഫേൺ ലൈക്ക് അപ്പിയറൻസ് ആണ് വരുന്നതെങ്കിൽ, ഫേൺ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയാണ്, അതിൻ്റെ ഇല പോലത്തെ ഒരു അപ്പിയറൻസ് ആണ് വരുന്നതെങ്കിൽ ഈ വജൈനൽ സെക്രീഷൻസിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ലോജിക്ക് ഇങ്ങനെയാണ് പറയുന്നത്, അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, സോഡിയം പൊട്ടാസ്യം പോലെയുള്ള, അതുകൂടാതെ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഈ സോഡിയം പ്രോട്ടീൻ പോലുള്ള സബ്സ്റ്റൻസസ് ഇതിലുള്ളത് കൊണ്ട്, ഈ സാമ്പിളിൽ ഉള്ളത് കൊണ്ട് അത് ഡ്രൈ ആക്കുന്ന സമയത്ത് അത് ക്രിസ്റ്റലൈസ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. അങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്യപ്പെട്ടാൽ ഈ എന്താ പറയുന്നത് ചെടിയുടെ ഇല പോലത്തെ ഫോൺ ലൈക്ക് അപ്പിയറൻസ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരുപാട് കാടുകയറൊന്നും വേണ്ട. ഇങ്ങനെ ഒരു ഫോൺ ലൈക്ക് അപ്പിയറൻസ് സ്ലൈഡിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വജൈനൽ സെക്രീഷനിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ പ്രസൻസ് ഉണ്ടെന്നും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കേജ് ആണെന്നും അതിൽ നിന്ന് നമുക്ക് PROM ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ഫോൺ ലൈക്ക് അപ്പിയറൻസ്, പിന്നെ പറഞ്ഞ പോലെ ലീക്കേജ് മനസ്സിലാക്കാം. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇല്ലെങ്കിൽ ഫോണിൻ്റെ അപ്പിയറൻസ് ഉണ്ടാകില്ല, അത് വജൈനൽ സെക്രീഷൻ ആയിരിക്കും. അതിൻ്റെ അർത്ഥം അവിടെ ലീക്കേജ് ഇല്ലെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ DHA, HAD, MOH, പ്രോമെട്രിക്ക് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 60 ഹവേഴ്സിൻ്റെയും 5 ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ EXAMന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തിയറി ക്ലാസ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും പ്രാക്ടീസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന സ്പെഷ്യൽ പാക്കേജ് ഉണ്ട്. അതിനകത്തിൽ നമ്മൾ സൗണ്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് തിയറി എടുത്തിരിക്കുന്നത്. ആർച്ചറും UWorldൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അറൗണ്ട് 10,000 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട് കിട്ടും ഇതിനകത്ത്. DME, AIMS പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെഗുലർ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലുമാണ്. ഫ്രീ ഡെമോ ക്ലാസ്സസ് നിങ്ങൾക്ക് അതിൽ കിട്ടും. കൂടുതൽ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ, അത് മെമ്പേഴ്സ് ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിനകത്ത് സ്പെഷ്യൽ വീഡിയോസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും ഉണ്ട്. ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്.